ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാളത്തിലെ ആദ്യത്തെ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് ലോക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ സിനിമ കാണാമെന്ന് വെച്ചു. ആദ്യ ദിനം തന്നെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല, ഗംഭീര എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു ലോക കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ചന്ദ്ര എന്ന് പറഞ്ഞ കഥാപാത്രം കർണാടകയിലേക്ക് ഒരു മിഷനുമായിട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു മിഷനിടയ്ക്ക് സണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു. തുടർന്ന് ഇരുവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പിന്നീട് പോകുന്നത് വേറൊരു ലോകത്തിലേക്ക് ഈ ഒരു കഥ കൊണ്ടുപോവുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് കല്യാണി പ്രദേശിൻ്റെ ചന്ദ്ര എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. കല്യാണിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത്. ഇമോഷൻ സീൻ ആയിക്കോട്ടെ, ആക്ഷൻ സീൻസ് ആയിക്കോട്ടെ, എല്ലായിടത്തും തന്നെ കല്യാണി മികച്ച രീതിയിൽ നിൽക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ആക്ഷൻ സീക്വൻസ് ആണ്. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് കഥാപാത്രം ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ ഒരു മനോഹരമാവുക എന്നുള്ളത് അത്ര എളുപ്പകരമായ ഒരു ടാസ്ക് അല്ല. പക്ഷേ കല്യാണി അതിനെ ഗംഭീരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിൽ എല്ലാം തന്നെ മനോഹരമായിട്ടുണ്ട്. പിന്നീട് നസ്ലിൻ്റെ ക്യാരക്ടറാണ് സണ്ണി എന്ന് പറയുന്നത്. അതായത് നസ്ലിന് പറ്റുന്നൊരു സോൺ ഉണ്ടല്ലോ, അത്യാവശ്യം കോമഡിയും അല്ലെങ്കിൽ അത്യാവശ്യം പേടിയൊക്കെ ഉള്ള രീതിയിലുള്ള ആ ഒരു കഥാപാത്രമായിട്ടാണ് നസ്ലിനും വരുന്നത്. നസ്ലിനും ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കൂടാതെ സാൻഡി മാസ്റ്ററുടെ നാച്ചിയപ്പ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. ഈ ഒരു സിനിമയിലെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. അതിനെ ഗംഭീരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് എനിക്കൊന്ന് സിനിമ കണ്ടു കഴിഞ്ഞെന്ന് തോന്നിയപ്പോൾ ഒരു കയ്യടിക്ക് ഏറ്റവും കൂടുതൽ കയ്യടിയിൽ കിട്ടുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് സാൻഡിയുടെ കഥാപാത്രമാണ്. ചന്തു സലിംകുമാറിൻ്റെ കഥാപാത്രമുണ്ട്, അരുൺ കുര്യൻ്റെ കഥാപാത്രമുണ്ട്, വിജയരാഘവനുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. നിഷാന്ത് സാഗറിൻ്റെ കഥാപാത്രമൊക്കെ കറക്റ്റ് പ്ലോട്ടിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അങ്ങോട്ട് ആ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സിനിമയിൽ അപ്രത്യക്ഷമായിട്ടുള്ള ഒരുപാട് ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ, അതായത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ് മസ്റ്റായിട്ട് ഒരു തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. വെറും ഒരു OTTയിൽ പോയി കാണേണ്ട സിനിമയല്ല. വേറൊരു യൂണിവേഴ്സ്, വേഫറിൻ്റെ ആദ്യത്തെ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് മനോഹരമായിട്ടുണ്ട്. അതായത് തിയേറ്റർ എക്സ്പീരിയൻസസ് ഒരു രക്ഷയില്ല. തിയേറ്റർ വൈസ് ഒരു രക്ഷയില്ല. സിനിമാറ്റോഗ്രാഫി വൈസ് നോക്കുവാണെങ്കിൽ ഗംഭീര സിനിമാറ്റോഗ്രാഫിയാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ഓരോ ഫ്രെയിമും മനോഹരമായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ജെയ്ക്സ് ബിജിയുടെ മ്യൂസിക്, ഈ ഓരോ സീനിനെ പിടിച്ചിരുത്തുന്ന മ്യൂസിക് ഉണ്ടല്ലോ, അത് അദ്ദേഹം മനോഹരമായിട്ട് ഈ ഒരു മ്യൂസിക് സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നോക്കുവാണെങ്കിൽ മലയാളത്തിൻ്റെ പാൻ ഇന്ത്യൻ സിനിമയെന്ന് പല സിനിമകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് മലയാളത്തിൻ്റെ ഒരു പാൻ ഇന്ത്യൻ സംഭവം എന്ന് പറഞ്ഞാൽ. ഇവരുടെ ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ഒരു ക്രൂവിനകത്തെങ്ങും ഇവർ സിനിമയെപ്പറ്റി വലിയ ഹൈലൈറ്റഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കൊടുത്ത പൈസയ്ക്ക് മുതലാവുന്ന രീതിയിലാണ് ഓരോ ഫ്രെയിമും ചെയ്തു വെച്ചേക്കുന്നത്. കഥയും സംവിധാനം ചെയ്തിരിക്കുന്ന ഡൊമിനിക് കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ തരംഗം എന്ന് പറയും. ഈ തരംഗവും ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായ ഒരു ലോകമാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. ഈ പറയുന്ന കെട്ടുകഥ മിത്ത് എന്ന് പറഞ്ഞ സംഭവത്തെ സൈഫയിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന രീതിയാണ് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത്. അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേക കൈയ്യടി കൊടുക്കണം. ഇനി അടുത്ത യൂണിവേഴ്സിലോട്ട് വരുമ്പോൾ ഇതിലും വേറെ ടൈപ്പ് ഓഫ് രീതിയിൽ പോകുമെന്നുള്ളത് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ഈ ഓണം സിനിമയിൽ ടോപ്പിൽ തന്നെ പോകാൻ പറ്റുന്ന സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ തീർന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പോകല്ലേ. നിങ്ങൾക്കായിട്ട് ഒരുപാട് സംഭവങ്ങൾ സിനിമയിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് യൂണിവേഴ്സിലേക്ക് ലിങ്ക് ചെയ്യുന്ന പോയിൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ കാണാത്തവർ ഉടൻ തന്നെ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.